ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2003 ഒരു അഡ്വഞ്ചർ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഇത് റൗണ്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റോക്ക് മാമന്റെ ഒരു ഉഗ്രൻ സിനിമയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള സിനിമകൾ നമ്മൾ ഇതിനു മുന്നേ അധികം അങ്ങനെ ചെയ്തിട്ടില്ല. ഇപ്പോൾ കുറേ നാളായെന്ന് തോന്നുന്നു ചെയ്തിട്ട്. അതുകൊണ്ട് ഇന്ന് എന്തായാലും നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു ഉഗ്രൻ മൂവി. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ നമ്മുടെ സെക്കൻഡ് ചാനൽ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു പുതിയ സർവൈവൽ ത്രില്ലർ മൂവി ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണണമെന്ന് തോന്നുവാണെങ്കിൽ മറക്കാതെ എന്ന് കണ്ടേക്കാം. ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ വേറെ എന്താണ്, ഇതുപോലെയുള്ള കഥകൾ നിങ്ങൾ കേൾക്കാനായിട്ട് തയ്യാറാണെങ്കിൽ കഥ പറയാനായിട്ട് ഞാൻ തയ്യാറാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് നേരെ ഇന്നത്തെ ആ ഒരു കഥയിലേക്ക് പോയാലോ. ഈ കഥ തുടങ്ങുന്നത് ഒരു വലിയ നഗരത്തിൽ നിന്നാണ്. ഇപ്പോൾ DJ പാർട്ടി നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മുടെ റോക്ക് മാമൻ അങ്ങനെ നടന്നു വരുന്നു. അപ്പോൾ റോക്ക് മാമന്റെ പേര് ഇതിലെ ബെക്ക് എന്നാണ്. ഇപ്പോൾ നമ്മുടെ റോക്ക് നേരെ അതിനകത്തേക്ക് കയറി പോകുമ്പോൾ ഇതിൽ റോക്ക് ബെക്ക് എന്നെല്ലാം പറയുമ്പോൾ തന്നെ ഏകദേശം ഒരേപോലെയാണ് തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് റോക്ക് എന്ന് തന്നെ വിളിക്കാം. അപ്പോൾ റോക്ക് മാമൻ അതിനകത്തേക്ക് കയറി പോകുമ്പോൾ ആ നാട്ടിലുള്ള റഗ്ബി ടീമിൽ കളിക്കുന്ന എല്ലാവരും അവിടെ നല്ലതുപോലെ ആ ഒരു പാർട്ടി എൻജോയ് ചെയ്യുന്നോണ്ടിരിക്കുകയാണ്. ഇപ്പം ആ കൂട്ടത്തിലുള്ള ഒരുത്തൻ അവിടെ 4-5 പെണ്ണുങ്ങളോടൊപ്പം ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇതൊരു മൊട്ടയാണ്. കണ്ടിട്ട് റോക്കിന്റെ അനിയനെ പോലെ തോന്നുന്നുണ്ട്. ഇപ്പം അവന്റെ മുന്നിലേക്ക് റോക്ക് ചെന്ന് നിൽക്കുമ്പോൾ അവൻ വിചാരിക്കും വെയിറ്ററാണെന്ന്. അതുകൊണ്ട് പറയും ഓക്കെ, ഒരു 4 പ്ലേറ്റ് ചിക്കൻ 65 എന്ന് പറയുന്നതും റോക്ക് പറയും ഞാൻ അതിനു വേണ്ടിയിട്ടല്ല വന്നത്. ഓ, അപ്പോൾ നിങ്ങൾ വെയിറ്റർ അല്ലേ, എൻ്റെ ഫാനാണോ എന്ന് പറഞ്ഞ് അടുത്തുള്ള ആ ഒരു ടിഷ്യൂ പേപ്പറിൽ അവൻ്റെ സൈൻ ഇട്ട് കൊടുക്കുന്നു. അടിപൊളി. ഇപ്പോൾ റോക്ക് പറയും ഹേയ് അതൊന്നുമല്ല, ഞാൻ വേറൊരു കാര്യം പറയാനാണ് വന്നത്. സാർ, നിങ്ങൾ എനിക്കറിയാവുന്ന ഒരാളോടൊപ്പം ബെറ്റ് വെച്ച് ഗെയിം കളിച്ചിരുന്നു. അതിൽ തോറ്റിട്ട് $50,000 നിങ്ങൾ കൊടുക്കാതെയും പോയി. അതെൻ്റെ ബോസാണ് എന്നോട് എൻ്റെ ബോസ് ഇപ്പോൾ പറഞ്ഞു ആ ഒരു പണം വാങ്ങിക്കൊണ്ട് വരാനായിട്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഈ വന്നു എന്ന് പറയുമ്പോൾ അവൻ പറയും ഓക്കെ അങ്ങനെയാണല്ലേ, ശരി, നിന്റെ ബോസിനെ എന്തായാലും ഞാൻ നാളെ വന്ന് കാണാം. ഇപ്പം നീ ഇവിടെ നിന്ന് പോകാൻ പറയുമ്പോൾ റോക്ക് പോകത്തില്ല. റോക്ക് പറയും ഇല്ല, ഇപ്പൊ എന്തായാലും പോകാൻ കഴിയത്തില്ല. ഒന്നുകിൽ നിങ്ങൾ പണം തരണം, ഇല്ലാന്നുണ്ടെങ്കിൽ കയ്യിലുള്ള ആ ഒരു മോതിരം ഊരി തരണമെന്ന് പറയുമ്പോൾ മൊട്ട നമ്മുടെ റോക്കിനോട് ഏയ് ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ റോക്ക് പോവാതെ ആ ഒരു മോതിരം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ പെട്ടെന്ന് കയ്യിലിരുന്ന മദ്യം എടുത്ത് റോക്കിന്റെ മുഖത്തേക്ക് ഒരു ഒറ്റയേറ്. ഇപ്പൊ അവന്റെ കൂടെയുള്ള എല്ലാവരും പെട്ടെന്ന് എഴുന്നേൽക്കാണ്. എല്ലാണോ നല്ല മാട് സൈസിനുണ്ട്. ഇത് കാണുന്ന റോക്ക് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് നേരെ ബാത്റൂമിലേക്ക് പോകും. ബാത്റൂമിലേക്ക് പോയിട്ട് തന്റെ ബോസിനെ വിളിച്ച് അവ ഇപ്പൊ പണം തരത്തില്ല എന്നാണ് പറയുന്നതെന്ന് പറയുമ്പോൾ എന്ത് തന്നെയായാലും എനിക്ക് ആ ഒരു പണം ഇപ്പൊ തന്നെ വേണം എന്ന് പറയുന്നതും റോക്ക് മാമൻ അങ്ങനെ അതേപോലെ ആ ഒരു ബാത്റൂമിൽ നിന്ന് തിരിച്ചിറങ്ങി വരികയാണ്. ഇന്നുണ്ടട എല്ലാത്തിനും. ഇപ്പോൾ റോക്ക് മാമൻ നേരെ അവന്റെ അടുത്തേക്ക് വന്നിട്ട് ഓക്കെ മോനെ, നിനക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ, ആ മോതിര ഊരി നീ എൻ്റെ കയ്യിൽ തരുന്നു. ഓപ്ഷൻ ബി എന്താന്ന് വെച്ചാല് നീ അതെന്റെ കയ്യിൽ ഊരി തരും എന്ന് പറയുന്നതും അവൻ ഭയങ്കര അഹങ്കാരത്തോടെ അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് ചെയ്തു നോക്കുന്നു പറയുന്നതും റോക്കിന്റെ പിറകെ വരുന്നവന്റെ മൂക്കിന് നോക്കിയൊരു ഒറ്റയിടി. അങ്ങനെ ബാക്കിയുള്ളവരും അതേപോലെ തന്നെ ആ ഒരു റഗ്ബി ടീമിൽ കളിക്കുന്ന അവന്റെ സുഹൃത്തുക്കൾ എല്ലാവരും റോക്കിനെ ഇടിക്കാനായിട്ട് വരുമ്പോൾ റോക്ക് എങ്ങനെയാണ് WWE പിടിച്ചിട്ട് ഇടിക്കുന്ന കണ്ടിട്ടല്ലോ, അതേപോലെ ഓരോന്നിനെ പിടിച്ചിട്ട് നല്ലതുപോലെ ഇടിക്കും. ഇത് കണ്ടിട്ട് അവിടെ ഇരിക്കുന്ന ആ ഒരു മൊട്ടത്തലയൻ പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവനെ ഇടിച്ച് താഴെ കിട്ടിട്ട് അവന്റെ കയ്യിൽ നിന്നും ആ മോതിരം വലിച്ച ഊരിയങ്ങ് എടുക്കും. ഇവിടെയാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ റോക്ക് ഈ ഫിനാൻസിന്റെ ആളുകളുണ്ടല്ലോ, അതുപോലെ ആരെങ്കിലും ഇതുപോലെ പണം വാങ്ങിയിട്ട് തിരിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും അത് തിരിച്ചു വാങ്ങാനായിട്ട് പോകുന്ന ആളാണ് നമ്മുടെ റോക്ക്. എന്താന്ന് വെച്ചാൽ ഇതുപോലെ പല ആളുകളും നമ്മുടെ റോക്കിനെ ബന്ധപ്പെടുമ്പോഴത്തേക്കും അവരുടെ കയ്യിൽ നിന്നും കമ്മീഷൻ വാങ്ങി ആ ജോലി നല്ല വെടിപ്പായിട്ട് തീർത്തു കൊടുക്കും. അങ്ങനെ ഈ മോതിരം വാങ്ങിയിട്ട് പെട്ടെന്ന് നമ്മുടെ റോക്ക് മാമൻ വെളിയിലേക്ക് ഇറങ്ങി തന്റെ കാറിലേക്ക് കയറാനായിട്ട് വരുമ്പോഴാണ് എവിടെ നിന്ന് ഒരു റബ്ബർ ബുള്ളറ്റ് നേരെ വന്ന് നമ്മുടെ റോക്കിന്റെ ഷോൾഡറിൽ കൊള്ളും. വെടികൊണ്ട് താഴെ വന്ന് വീഴുന്നതും അടുത്ത ഒരു ബുള്ളറ്റ് നേരെ വന്നിട്ട് നെറ്റിയിലും. എന്താന്ന് വെച്ചാല് അടുത്ത കാറിലുണ്ടായിരുന്ന ഒരുത്തൻ നമ്മുടെ റോക്കിനെ ഇതുപോലെ റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ചിട്ട് വെടിവെച്ച് താഴെ കിട്ട അവന്റെ കയ്യിലുള്ള ആ ഒരു മോതിരം വാങ്ങി അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. അങ്ങനെ റോക്ക് എന്താണ് നല്ല ദേഷ്യം വന്നിട്ട് നേരെ അവൻ ഈ ഒരു ജോലി കൊടുത്തല്ലോ അയാളുടെ അടുത്തേക്ക് പോകും. എന്നിട്ട് റോക്ക് അകത്തേക്ക് വന്നിട്ടാണ് അല്ല ഞാൻ അറിയാതെ എന്തിനാ മാർക്കിനെ അയച്ചതെന്ന് ചോദിക്കുമ്പോൾ ഓ, മാർക്കിനെ വെറുതെ ബാക്കപ്പിന് വേണ്ടി അയച്ചതാണ്, അവൻ നിന്റെ കയ്യിൽ നിന്നും ആ ഒരു മോതിരം മോഷ്ടിച്ചുകൊണ്ട് പോയോ എന്ന് സാധാരണ രീതിയിൽ പറയുന്നു. ഇതുകൂടിയാവുന്നത് നമ്മുടെ റോക്ക് പെട്ടെന്ന് അയാളോട് പറയും ഓക്കെ ശരി, ഞാൻ എന്തായാലും ഈ ഒരു ജോലിയിൽ നിന്ന് മാറാൻ പോവാണ്. നിങ്ങളെ തരാന്ന് പറഞ്ഞാൽ ആ ഒരു പണം എനിക്ക് താ. അതുമല്ല എൻ്റെ റെസ്റ്റോറൻറ്റ് നിങ്ങൾ പിടിച്ചു വെച്ചേക്കാണ്, അത് തന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റേതായിട്ടുള്ള ജോലി ചെയ്ത് ഒരു കുഴപ്പമില്ലാതെ ജീവിക്കുമെന്ന് പറയുമ്പോൾ അയാൾ അതിന് സമ്മതിക്കത്തില്ല. അപ്പോൾ അയാളുടെ പേര് വാക്കർ എന്നാണ്. ഇപ്പോൾ വാക്കർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ശരി, നിനക്ക് ഞാൻ നിന്റെ റെസ്റ്റോറൻറ്റ് തിരിച്ചു തരാം, അതിനു മുന്നേ ഒരു ജോലി കൂടി നീ അവസാനമായിട്ട് എനിക്ക് വേണ്ടി ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിന്റെ പണവും അതേപോലെ തന്നെ ഹോട്ടലും ഞാൻ തിരിച്ചു തരാമെന്ന് പറയുമ്പോൾ വേറെ വഴിയില്ലാതെ ആ ഒരു ജോലി ചെയ്യാനായിട്ട് നമ്മുടെ റോക്ക് സമ്മതിക്കുകയാണ്. ഓക്കെ, അവസാനത്തെ ആ ഒരു ജോലി എന്താണെന്ന് ചോദിക്കുമ്പോൾ വാക്കർ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കും. അത് വേറെ ആരുമല്ല, അവൻ്റെ മകനാണ് ട്രാവിസ് വാക്കർ. അവനൊരു ട്രഷർ ഹണ്ടറാണ്. പല പല കാടുകളിലും ഇതുപോലെയുള്ള വലിയ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അവിടെയുള്ള നിധിയും മറ്റു കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അവൻ്റെ ജോലി. അപ്പോൾ റോക്ക് ചോദിക്കും അല്ല നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മകനുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ
അതൊക്കെ എൻ്റെ വേറൊരു ഭാര്യയിലുണ്ടായിരുന്ന മകനാണ്. ശരി, എന്തായാലും നിന്റെ ജോലി അവനെ കണ്ടുപിടിച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ്. ഇപ്പൊ അവനുള്ള ആ ഒരു ലൊക്കേഷൻ ആമസോൺ കാടുകളിലുള്ള എൽ ഡൊറാഡോ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അതും അവിടെയുള്ള ഒരു രഹസ്യ നഗരത്തിലെ സ്വർണ്ണ നിധി തേടിയാണ് അവൻ പോയിട്ടുള്ളത്. പക്ഷെ അവൻ അതുമാത്രമല്ല ചെയ്യുന്നത്, തെറ്റായിട്ടുള്ള ഒരാളോട് ചേർന്നിട്ട് എന്തൊരു പ്രശ്നം ഉണ്ടാക്കി അയാളിപ്പോൾ അവനെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നു. അതുകൊണ്ട് അയാളുടെ കയ്യിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തി ഇവിടേക്ക് കൊണ്ടുവരിക, ഇതാണ് നിന്റെ ജോലി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ റോക്ക് എന്തായാലും ഈ ഒരു ജോലി ചെയ്തു കഴിഞ്ഞാൽ അവന് നല്ല പണവും കിട്ടും, അവന്റെ റെസ്റ്റോറൻറ്റ് തിരിച്ചു കിട്ടും. അതുകൊണ്ട് റോക്ക് അന്ന് തന്നെ ഒരു ചെറിയ പ്ലെയിനും എടുത്ത് ആ ഒരു ആമസോൺ കാടുകളുണ്ടല്ലോ അവിടേക്ക് പോവാണ്. ദേ നോക്ക്, ഇത്രയും വലിയൊരു കാടാണ്. ഇതിനകത്ത് വല്ല ഒറ്റയ്ക്ക് പെട്ടുപോയി കഴിഞ്ഞാലേ പിന്നെ കാട്ടുവാസിയായിട്ട് ജീവിക്കുക, അത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇപ്പൊ നമ്മുടെ റോക്കിനെ അവിടേക്ക് കൊണ്ടുപോകുന്നത് ഡിലൻ എന്ന് പറഞ്ഞ ഒരു പൈലറ്റാണ്. അവനാണെങ്കിൽ ഒരു വല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നതെല്ലാം. അങ്ങനെ ഇവര് ആ ഒരു എയ്റോപ്ലെയിൻ ഇറക്കാനായിട്ടുള്ള ആ ഒരു റൺവേ ഉണ്ടല്ലോ അവിടേക്ക് എത്തുമ്പോഴത്തേക്കും അവിടെ ഇറക്കാനായിട്ട് കഴിയത്തില്ല. കാരണം വേറെ ഒന്നുമില്ല, അവിടെ ഒരുപാട് പശുക്കളും അതുപോലെ തന്നെ ആടുകളും ഇതെല്ലാം കൂട്ടമായിട്ട് നടക്കാണ്. ഇത് കാണുമ്പോൾ ആ ഒരു പൈലറ്റ് ഡിലൻ അങ്ങനെ പ്ലെയിൻ താഴേക്ക് ഇറക്കി കൊണ്ടുവന്നിട്ട് ഇതിനെയെല്ലാം ഇടിച്ചില്ല എന്നുള്ള രീതിയിൽ അതിന് മുകളിലൂടെ പറത്തിക്കൊണ്ട് വരുമ്പോൾ ഇതെല്ലാം പേടിച്ച് അവിടെ നിന്ന് മാറുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പറന്ന് നല്ല സ്റ്റൈലായിട്ട് അവിടേക്ക് കൊണ്ട് ഇറക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു ജീപ്പ് എടുത്ത് നമ്മുടെ റോക്കിനെയും കൊണ്ട് എൽ ഡൊറാഡോ എന്ന് പറഞ്ഞ ആ ഒരു നഗരത്തിലേക്ക് പോവാണ്. അതുമല്ല ഇവർ പോകുന്ന വഴിയാണെങ്കിലോ ആ ഒരു നഗരത്തിലേക്ക് പോവാനും വരാനും ഈ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ എന്ന് റോക്ക് ചോദിക്കുമ്പോൾ ഇല്ല, വേറൊരു വഴിയും കൂടി ഉണ്ട്, പക്ഷെ അത് ഭയങ്കര ഡേഞ്ചറാണ്. കാരണം ആ വഴിയെ പോയി കഴിഞ്ഞാലേ ഈ കാട്ടിലെ റെബൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു തീവ്രവാദ സംഘടനയുണ്ട്, അവരുടെ കയ്യിൽ പെട്ടുകഴിഞ്ഞാലേ പിന്നെ മരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അവര് മാത്രമല്ല, വിഷത്തവളകള്, വലിയ വലിയ പാമ്പുകള്, മറ്റൊരുപാട് മൃഗങ്ങളും, ഇതെല്ലാം ആ ഒരു വഴിയെ പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ഒരു ഒറ്റ വഴിയെ നമ്മൾ പോകുന്നത്. അതുമല്ല വേറെ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാതെ പോകരുതെന്നും പറഞ്ഞ് അങ്ങനെ പോകുമ്പോഴത്തേക്കും ഇവരുടെ എതിർവശത്തൂടെ ഒരു വണ്ടി പോകുന്നുണ്ട്. അതിലെ അടിമകളെ പോലെ ഒരുപാട് ജോലിക്കാരും പോകുന്നു. അപ്പൊ ഇവരൊക്കെ ആരാണെന്ന് വെച്ചാലേ എൽ ഡൊറാഡോ എന്ന് പറഞ്ഞ ഈ ഒരു നാട്ടിലെ ഒരു സ്വർണ്ണ നഗരമുണ്ട്. അവിടുന്ന് സ്വർണ്ണമെല്ലാം കുഴിച്ചെടുക്കുന്ന പാവപ്പെട്ട ജോലിക്കാരാണ്. അപ്പൊ അവരുടെ മുഖത്തുള്ള ആ ഒരു വിഷമമെല്ലാം കാണുമ്പോഴത്തേക്കും നമ്മുടെ റോക്ക് അങ്ങനെ തന്നെ അവർ നോക്കുമ്പോൾ ഡിലൻ പറയുന്നുണ്ട്, നരകം എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടെങ്കിൽ അത് ദേ ഇവിടെയാണെന്ന് പറയും. ഇപ്പൊ അതേ സമയം ആ ഒരു ചെറിയ നഗരം കാണിക്കുമ്പോൾ അതൊരു ഗ്രാമം പോലെയാണ്. ചെറിയ ചെറിയ കടകളും ആ ഗ്രാമത്തിൽ തന്നെയുള്ള ഒരേ ഒരു ബാറ്. അതിനുള്ളിലേക്ക് നമ്മുടെ റോക്ക് അന്വേഷിച്ചു വരുന്ന ട്രാവിസ് ഉണ്ടല്ലോ, അവനിപ്പോൾ കുറച്ച് പൂക്കളുമായിട്ട് കയറി പോവാണ്. ഇപ്പൊ അതിനകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെ ഒരു പെണ്ണുണ്ട്, അവളുടെ പേര് മറിയാന. ഇപ്പൊ ആ ഒരു പൂക്കൾ കൊണ്ടുവന്നിട്ട് മറിയാനെ എടുത്ത് കാണിച്ചിട്ടാണ് പറയുന്നത്, ദേ ഇത് നോക്ക്, ഈ പൂക്കള് ലോകത്ത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ഞാനാണ്. ഇതുവരെയും ഈ പൂക്കളെ പറ്റി വേറെ ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു പൂക്കൾക്ക് നിന്റെ പേര് കൊടുക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നെല്ലാം അവളെ കറക്കിയെടുക്കാൻ വേണ്ടി അവൻ എന്തൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മറിയാന ചോദിക്കും, ഓക്കെ കുറെ നേരമായിട്ടിട്ട് ഒലിപ്പിക്കുന്നു, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴാണ് അവൻ പറയുന്നത്, ഓക്കെ ഞാൻ കാര്യത്തിലോട്ട് വരാം, എനിക്ക് ഒരു ബോട്ട് വേണം, അത് നിന്റെ അങ്കിളുടെ ബോട്ട്. അപ്പോൾ മറിയാന പറയും, ഇല്ല ഒരിക്കലും ആ ഒരു ബോട്ട് കിട്ടത്തില്ല എന്ന് പറയുമ്പോൾ ഓക്കെ ഞാൻ എന്തായാലും വിഷയത്തിലേക്ക് വരാം പ്ലീസ്. ഞാൻ ഇത്രയും കാലമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരുന്ന ക്യാറ്റോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു നിധി അതെവിടെയാണെന്നുള്ള ആ ഒരു ലൊക്കേഷൻ ഞാൻ കണ്ടുപിടിച്ചു, അവിടേക്ക് പോകാനാണ് എനിക്ക് ആ ഒരു ബോട്ട് വേണ്ടത്. അപ്പൊ സത്യം അറിയാൻ നമ്മുടെ മറിയാന ഓക്കെ ആ ഒരു നിധി വിറ്റ് കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ ട്രാവിസ് പറയും, ഇത് കാശിനെ പറ്റിയല്ല, അത് ആദ്യമായിട്ട് കണ്ടുപിടിക്കാൻ പോകുന്നത് ഞാനാണ്, എനിക്ക് അത് മാത്രം മതി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മറിയാനയ്ക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല, അവൾക്ക് എന്തായാലും പണമാണ് ആവശ്യം. എന്നിട്ട് മറിയാന പറയും, ഓക്കെ അത് വിറ്റ് കിട്ടുന്ന പണത്തിൽ നിന്നും 50-50 എനിക്ക് തരാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ബോട്ട് റെഡിയാക്കാന്ന് പറയുമ്പോൾ ട്രാവിസ് പറയും, ഓക്കെ അതിന് എനിക്ക് തയ്യാറാണെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ റോക്കിനെ കാണിക്കുമ്പോൾ റോക്കിനെ ഇപ്പോൾ ഡിലൻ ഈ നഗരത്തിൽ ആ ഒരു സ്വർണ്ണ നഗരം അത് നടത്തിക്കൊണ്ടു പോകുന്ന കോർണലിസ് എന്ന് പറഞ്ഞൊരാളുണ്ട്, അതാണ് നമ്മുടെ ഈ മൂവിലെ വില്ലൻ. അവനാണ് ഇവിടെയുള്ള ആളുകളെല്ലാം അടിമകളെ പോലെ ഇവിടെ വെച്ച് ജോലി ചെയ്യുന്നത്. ഇപ്പൊ അതിന് മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ വലിയ ഗേറ്റും സെക്യൂരിറ്റികളും എല്ലാവരും ഉണ്ട്. ഇപ്പൊ കാണിക്കുമ്പോൾ അവിടെ ജോലി ചെയ്തവര് അവര് കണ്ടുപിടിച്ച സ്വർണ്ണമെല്ലാം കൊണ്ടുവന്ന് അവിടെ കൊടുത്ത് അതിനുള്ള പൈസ ഉണ്ടല്ലോ അത് വാങ്ങിക്കാനായിട്ട് നിൽക്കാണ്. ഇപ്പോൾ ചുറ്റിനും കാണിക്കുമ്പോൾ തോക്കും ബുള്ളറ്റും ഒരുപാട് ആയുധങ്ങളും അയാളുടെ അടിയാളുകൾ ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ആ ഒരു കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരാള് അവൻ കണ്ടുപിടിച്ച ആ ഒരു സ്വർണ്ണമെല്ലാം ഇവരുടെ കയ്യിൽ കൊടുത്തിട്ട് അതിനുള്ള പണം ചോദിക്കുമ്പോഴത്തേക്കും അവര് കുറച്ച് പണം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഹേയ് ഞാൻ ഇന്ന് ചെയ്ത ജോലിക്ക് കുറച്ച് പണം ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ അവര് പറയും കിട്ടിയത് വാങ്ങി പോടാന്ന് പറയുമ്പോൾ അവൻ പറയും ശരി അങ്ങനെയാണെങ്കിൽ എന്റെ സാധനം ഞാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ആ ഒരു സ്വർണം അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാനായിട്ട് വരുമ്പോൾ അവിടെ ചാട്ടവാറും കൊണ്ട് ഒരുത്ത് നിൽപ്പുണ്ട്. അവൻ പെട്ടെന്ന് ആ ഒരു ചാട്ട എടുത്ത് ഇവന്റെ കൈയിലേക്ക് ഒരു ഒറ്റയടി എന്നിട്ട് പിടിച്ച് വലിക്കുന്നതും അവന്റെ കൈയും കീറുന്നു. അതേപോലെ തന്നെ ആ ഒരു സ്വർണ്ണ കട്ടികളുണ്ടല്ലോ അതും താഴെ വീഴുന്നുണ്ട്. അപ്പൊ ഇതുപോലെ നമ്മുടെ KGF ഒരു ചെറിയ KGF എന്ന് വേണമെങ്കിൽ പറയാം, അതുപോലെയുള്ള സ്ഥലം. ഇതിനകത്തേക്കാണ് നമ്മുടെ റോക്കും ഡിലനും കയറി പോകുന്നത്. അങ്ങനെ ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം കണ്ട് റോക്ക് നേരെ അകത്തേക്ക് കയറി പോകുന്നതും അവിടെ ഒരു സെക്യൂരിറ്റി റൂം ഉണ്ട്, അതിനകത്ത് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കാണുന്ന ദൈവനാണ് കോർണലിയസ് എന്ന് പറഞ്ഞിട്ട് ഈ മൂവിയിലെ വില്ലൻ. ഇപ്പോ റോക്ക് അകത്തേക്ക് വരുമ്പോഴത്തേക്ക് അവൻ പെട്ടെന്ന് വാ റോക്ക് എന്താ എന്റെ ഈ ഒരു നഗരത്തിലേക്ക് എന്ന് ചോദിക്കുമ്പോൾ റോക്ക് പെട്ടെന്ന് അല്ല
ഇവിടെ ആദ്യമായിട്ട് വന്ന എൻ്റെ പേര് നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഈ ഒരു നഗരത്തിലേക്ക് ഇതുപോലെ കയറി വരണമെന്നുണ്ടെങ്കിൽ അയാളെ പറ്റി അറിയാതിരിക്കാൻ കഴിയൂ. അതുകൊണ്ട് നിന്നെ പറ്റിയുള്ള എല്ലാ വിവരവും എനിക്കറിയാം. ഇപ്പോൾ വന്ന കാര്യം എന്താണെന്ന് പറയുമ്പോൾ അങ്ങനെ ട്രാവിസിന്റെ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ടാണ് ഇതേ ഇവൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതേ കണ്ടിട്ടുണ്ട്. എൻ്റെ ഈ ഒരു സ്വർണ്ണ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും അവിടെ ഇവിടെ എന്തൊക്കെ കുഴി എടുത്തുകൊണ്ട് നടക്കും. ഞാനും അതിനുവേണ്ടി അവനോട് സമ്മതിച്ചിട്ടുണ്ട്. കാരണം അവൻ കണ്ടുപിടിക്കുന്നതിന്റെ 60% എനിക്ക് തരാമെന്ന് അവൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു ഡീലുള്ളത് കൊണ്ട് ട്രാവിസിന് ഇവന്റെ ഈ ഒരു സ്വർണ്ണ നഗരം ഉണ്ടല്ലോ ഇതിനകത്ത് എവിടെ വേണമെങ്കിലും അന്വേഷിക്കാനും ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള അവകാശമുണ്ട്. ഇപ്പൊ നമ്മുടെ റോക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓക്കെ ട്രാവിസിനെ ഞാൻ കൊണ്ടുപോകാൻ പോകണമെന്ന് പറയുമ്പോൾ അവൻ ചോദിക്കും, അല്ല അതിന് എന്നോട് എന്തിനാ അനുവാദം ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല ആരുടെയെങ്കിലും വീട്ടിൽ പോയിട്ട് അവരുടെ ഫ്രിഡ്ജ് തുറന്ന് സാധനം എടുക്കുമ്പോൾ ആ വീട്ടുകാരുടെ അനുവാദം ചോദിക്കണ്ടേ എന്ന് പറയുമ്പോഴത്തേക്കാണ് ആ വില്ലൻ പറയുന്നത്, ഓ അപ്പൊ എന്റെ ഇത്രയും വലിയൊരു സ്ഥലത്തെ നീ ഒരു ഫ്രിഡ്ജായിട്ട് മാത്രമാണ് കാണുന്നത്. ഓക്കെ നീ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലം എത്രത്തോളം ഉണ്ടെന്ന് കാണുന്നും പറഞ്ഞ് ആ ഒരു മുറിയുടെ പിറകുവശത്തെ ഡോർ തുറന്ന് കാണിച്ചു കൊടുക്കുന്നതും ദേ ഇതുപോലെ ലക്ഷക്കണക്കിന് അടിമകളെ പോലെയുള്ള ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് സ്വർണത്തിന് വേണ്ടിയിട്ട്. ആ ഒരു കാടിന്റെ പകുതി ഭാഗവും അതുപോലെ തന്നെ അവർ തോണ്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും അടിമകളെ പോലെയാണ് അവിടെ ജോലി ചെയ്യുന്നത്. ഇതൊരു മിനി KGF ആണെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട് ആമസോൺ കാടുകളിലെ KGF? അപ്പോൾ വില്ലൻ ചോദിക്കും, ശരി അവൻ എന്തിനാ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല അവനെ വീട്ടിലേക്ക് കൊണ്ടുപോകണം അതിനാണെന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ചിലവാവല്ലോ. എത്ര രൂപ? $10,000 വേണമെന്ന് പറയുമ്പോൾ ആ ഒരു പണവും കൊടുത്തിട്ട് ഇപ്പോൾ നമ്മുടെ റോക്ക് ട്രാവിസിനെ അന്വേഷിച്ച് ആ ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് പോവാണ്. അങ്ങനെ റോക്ക് ആ ഒരു ഗ്രാമത്തിലേക്ക് വന്നിട്ട് നേരെ കയറുന്നത് നമ്മുടെ മറിയാനയുടെ ബാറിലേക്ക്. അതിനകത്തേക്ക് കയറുമ്പോഴത്തേക്കും മറിയാൻ അവിടെ ഇരിപ്പുണ്ട്. എന്നിട്ട് അവളോട് ഒന്ന് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ട്രാവിസ് അടുത്തുള്ള റൂം തുറന്ന് വെളിയിലേക്ക് വരുന്നു. അപ്പോൾ മറിയാന റോക്കിനോട് നിങ്ങൾ ഇവിടെ വരാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ റോക്ക് പറയും, ദേ ഇതുപോലെ ട്രാവിസ് എന്ന് പറഞ്ഞ ഒരുത്തനെ പിടിച്ചോണ്ട് പോകാനാണ് ഞാൻ വന്നത് എന്ന് പറയുന്നത്. നമ്മുടെ ട്രാവിസ് ഇത് കേട്ടിട്ട് റോക്കിനടുത്തേക്ക് വന്ന്, അല്ല സാർ നിങ്ങൾ ആരാ, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നേ, എന്തിനാ എന്റെ പേര് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ റോക്ക് പെട്ടെന്ന് അവനോട് നോക്കിയിട്ട് റോക്ക് പെട്ടെന്ന് തിരിഞ്ഞ് ട്രാവിസിനെ നോക്കിയിട്ട്, ഓക്കെ നിനക്ക് 2 ഓപ്ഷൻ തരാം. ഓപ്ഷൻ എ, ഒരു കുഴപ്പമില്ലാതെ നല്ല ജോളിയായിട്ട് എന്നോടൊപ്പം ഇവിടെ നിന്ന് പോകാനായിട്ട് വരണം. ഓക്കെ അപ്പോൾ ഓപ്ഷൻ ബി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ ഇവിടെ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് പോകും. അപ്പോൾ അവൻ പറയും, എനിക്ക് ഓപ്ഷൻ എ ഇഷ്ടപ്പെട്ടിട്ടില്ല, ബി ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ഓപ്ഷൻ സി ആണ് ഇഷ്ടപ്പെട്ടത്. ഓപ്ഷൻ സിയോ അതെന്തെന്ന് ചോദിക്കുമ്പോൾ ഇവൻ പെട്ടെന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് വരുന്നത് ഓപ്ഷൻ സിയോ ഇല്ല ഡിയോ ഇല്ല എന്ന് പറഞ്ഞ് അവനെ അടിച്ച് താഴെക്കിട്ട് അവന്റെ കയ്യിൽ വിലങ്ങോട്ടിട്ട് അവനെ കൊണ്ടുപോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ വില്ലനും ആളുകളും അതിന് മുന്നേ തന്നെ ആ ഒരു ബാറിനകത്തേക്ക് വന്ന് ഇവരെ തടഞ്ഞു നിർത്തുന്നു. ഇപ്പോൾ റോക്കുമാവൻ പറയും, ഓക്കെ നിങ്ങൾ ചോദിച്ച പണം തന്നില്ലേ, പിന്നെ എന്തിനാ ഇതുപോലെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ വില്ലൻ പറയും, നമ്മുടെ ട്രാവിസ് ഇതുപോലെ ആ ഒരു നിധി കണ്ടുപിടിച്ച കാര്യമുണ്ടല്ലോ അത് വില്ലൻ എങ്ങനെയാ അറിഞ്ഞു, അതുകൊണ്ട് ആ ഒരു നിധി എന്റെ കയ്യിൽ തന്നതിന് ശേഷം ഇവനെ നീ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിക്കോളാൻ പറയുമ്പോൾ നമ്മുടെ റോക്ക് ചോദിക്കും, എടാ എന്താടോ ഈ പറയുന്നത്, നിങ്ങൾ ചോദിച്ച പണവും തന്നു, $10,000 നിങ്ങൾക്ക് തന്നു എന്ന് പറയുമ്പോൾ വില്ലൻ പറയും, ആ $10,000 എന്നെ കണ്ടതിനുള്ള പണമാണ്, ഇവൻ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു നിധി കണ്ടുപിടിച്ചുകൊണ്ട് വരണമെന്ന് പറയുമ്പോൾ ഇത് കണ്ട് നമ്മുടെ റോക്കിന് നല്ല ദേഷ്യം വരുന്നതും കൂടെയുള്ള ഒരുത്തൻ പെട്ടെന്ന് റോക്കിനടുത്തേക്ക് ഷൂട്ട് ചെയ്യും. ഇതും കൂടി ആവുന്നതും റോക്ക് നമ്മുടെ ട്രാവിസിനെ എടുത്ത് ദൂരേക്ക് എറിഞ്ഞിട്ട് അവിടെയുള്ള ടേബിളിന്റെ പിറകിലേക്ക് ഒളിച്ചിരുന്ന് കൂരുണ്ട് മറിഞ്ഞ് അങ്ങനെ ചാടി വീണിയവന്മാരോട് ഫൈറ്റ് ചെയ്യാണ്. നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തിട്ട് ഒരുത്തന്റെ മുകളിലൂടെയൊക്കെ ചാടി കയറിയിട്ട് അവനെ വിളിച്ച് താഴെക്കിട്ട് അവസാനം ഇടിച്ചിടിച്ച് അവന്റെ കയ്യിൽ നിന്ന് തോക്ക് വാങ്ങി കയ്യിൽ പിടിക്കും. ഇത് കാണുന്ന ആ ഒരു വില്ലൻ വായും തുറന്ന് നോക്കിയിൽക്കാണ് ഇതാരുടെ ഈ ഒരു മുട്ടത്തലയെന്ന് പറഞ്ഞ്. പക്ഷേ റോക്കിന് ഈ ഒരു തോക്ക് യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ആ ഒരു തോക്കിലെ ബുള്ളറ്റ് എല്ലാം താഴെക്കിട്ടിട്ട് ഓക്കെ ഞാൻ ഇപ്പൊ പോവാണെന്ന് പറയുന്നതും പെട്ടെന്ന് ചാട്ടവാറും കൊണ്ട് ഒരുത്തൻ അകത്തേക്ക് കയറി വരുന്നു. ഓക്കെ ഇത്തിരി വെപ്രാളപ്പെട്ട് തോക്ക് താഴെയിട്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ടേബിൾ എടുത്ത് അവന്റെ നേർക്ക് എറിഞ്ഞു കൊടുക്കുന്നതും അവർ ആ ഒരു ചാട്ടവാറ് വെച്ച് തന്നെ ആ ടേബിൾ അടിച്ച് 2 പീസാക്കാണ്. ഈ ഗ്യാപ്പിൽ നമ്മുടെ റോക്ക് ട്രാവിസിനെയും കൂട്ടിയിട്ട് പെട്ടെന്ന് പിറകു വഴി അവർ റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു വണ്ടിയിലേക്ക് കയറി നമ്മുടെ ട്രാവിസിനെയും കൊണ്ട് ആ ഒരു പ്ലെയിനുള്ള സ്ഥലം ഉണ്ടല്ലോ അവിടേക്ക് പോവാണ്. ഇപ്പൊ അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ ട്രാവിസ് റോക്കിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പല കാര്യങ്ങളും പറഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ റോക്ക് പറയും, നീ എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നിന്നെ ഇവിടെ നിന്ന് നിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടാക്കുന്നതാണ് എന്റെ മിഷൻ, അത് ഞാൻ പൂർത്തിയാക്കുമെന്നും പറഞ്ഞ് അങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ട്രാവിസ് പറയും, ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാമെന്നും പറഞ്ഞ് പെട്ടെന്ന് സ്റ്റിയറിംഗ് പിടിച്ചൊരു ഒറ്റ തിരിപ്പ് ഈ വണ്ടിയുടെ നിയന്ത്രണം വിട്ട് പെട്ടെന്ന് ഒരു മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ആ ഒരു വണ്ടി വീഴാണ്. ഇവർ രണ്ടുപേരും വണ്ടിയിൽ നിന്ന് ചാടിയിട്ട് ആ ഒരു മലയാണെങ്കിൽ കുറച്ച് ചരിഞ്ഞു കിടക്കുന്നതുകൊണ്ട് തന്നെ അതിലൂടെ ഉരുണ്ട് നേരെ താഴേക്ക് വീഴുന്നു. അതും കല്ലിലും കമ്പിലും എല്ലാം ഇടിച്ച് 1-2 കിലോമീറ്റർ താഴേക്ക് പോകുന്നുണ്ട്. അങ്ങനെ പോയി അവസാനം രണ്ടുപേരും അടുത്തുള്ളൊരു വെള്ളച്ചാട്ടത്തിലേക്കാണ് വന്ന് വീഴുന്നത്. എഴുന്നേറ്റ് നോക്കുമ്പോൾ അവരുടെ വണ്ടിയും അതുപോലെ തന്നെ അവരുടെ പിറകെ ആ ഒരു വെള്ളത്തിലേക്ക് വന്ന് വീണിട്ട് ഇപ്പൊ വീണ വീഴ്ചയിൽ നമ്മുടെ റോക്ക് ബോധമില്ലാതെ കിടക്കുന്നതും ട്രാവിസ് പെട്ടെന്ന് എഴുന്നേറ്റ് അവന്റെ ആ ഒരു വിലങ്ങ് അഴിക്കാനുള്ള കീ ഉണ്ടല്ലോ അത് നമ്മുടെ റോക്കിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് വിലങ്ങ് അഴിച്ചിട്ട് അവൻ അവിടെ നിന്ന് ആ ഒരു കാടിനുള്ളിലേക്ക് ഞൊണ്ടി പോവാണ്. അവന്റെ പിറകെ തന്നെ ഇപ്പോൾ നമ്മുടെ റോക്കും എഴുന്നേറ്റ് വരുന്നുണ്ട്. നീ എവിടെ പോയാലും നിന്നെ വിടത്തില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ ട്രാവിസ് വെട്ടുന്ന റോക്കിനെ തടയാൻ വേണ്ടി ഓടി അടുത്തേക്ക് വരുന്നതും കായ് മടക്കി മൂക്കിന് നോക്കി ഒറ്റയിടി ട്രാവിസ് താഴെ വിടും.
എന്നിട്ട് അവന്റെ കയ്യിൽ വിലങ്ങിടുമ്പോഴത്തേക്കാണ് ട്രാവിസ് പറയുന്നത്, ഓക്കെ കാറ്റോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു നീതി കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാം. അത് വേറെ ആരും കണ്ടുപിടിച്ചിട്ടില്ല എന്നെല്ലാം പറയുമ്പോഴത്തേക്കും കാറ്റോ കീറ്റോ എന്ത് പറഞ്ഞാലും ഒരു കാര്യമില്ല, അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, നിന്നെ ഇവിടെ നിന്ന് ഞാൻ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് റോക്ക് ട്രാവിസിനെ പിടിച്ചങ്ങനെ നടക്കുകയാണ്. ഇതേ സമയം മുകളിൽ നമ്മുടെ വില്ലന ടീമും ഇവരെ രണ്ടുപേരും അന്വേഷിച്ച് വന്നേക്കുന്നു. അതുമല്ല ഇവരുടെ വണ്ടി കുഴിയിലേക്ക് പോയ കാര്യം അവർ അറിഞ്ഞു തോന്നുന്നു. അതുകൊണ്ട് ആ ഒരു വില്ലന്റെ അനിയൻ ആ ദേഷ്യത്തിൽ പെട്ടെന്ന് താഴേക്ക് നോക്കി ഷൂട്ട് ചെയ്യാണ്. ഇത് കാണുമ്പോഴത്തേക്കും വില്ലന് മനസ്സിലായി തന്റെ അനിയൻ ഇവരെ കണ്ടുപിടിക്കാനുള്ള ആ ഒരു ദേഷ്യത്തിൽ തുള്ളിച്ചാടി നിൽക്കുവാണെന്ന്. അതുകൊണ്ട് അവരെ രണ്ടുപേരെ വെറുതെ വിടരുത്, എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് ഇവരെ ആളുകളെ ഉള്ളിലേക്ക് വിടുന്നു. അതേസമയം ട്രാവിസും റോക്കും ആ ഒരു കാട്ടിലൂടെ നടന്നു പോകുമ്പോഴത്തേക്കാണ് ട്രാവിസ് ചോദിക്കുന്നത്, അല്ല ആ ബാറിനുള്ളിൽ വെച്ചിട്ട് നിന്റെ കയ്യിൽ തോക്ക് കിട്ടിയിട്ടും നീ അവരെ ഷൂട്ട് ചെയ്യാത്തത് എന്താണെന്ന് ചോദിക്കുമ്പോൾ റോക്ക് പറയും, ഇല്ല ഞാൻ തോക്ക് അങ്ങനെ യൂസ് ചെയ്യാറില്ല, ഒരുപക്ഷെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഭയങ്കരമായിട്ടുള്ളൊരു സംഭവം നടക്കും, അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യാത്തതെന്ന് പറയും. അങ്ങനെ ഇതെല്ലാം പറഞ്ഞിട്ട് വീണ്ടും ഇവർ മുന്നോട്ട് തന്നെ പോവാണ്. അങ്ങനെ നടന്ന് പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ ട്രാവിസ് പെട്ടെന്ന് അവിടെ നിന്നിട്ട്, ഓക്കെ ഇനി എനിക്ക് പോകാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ, അതെന്ത് പറ്റി, എനിക്കൊന്ന് മൂത്രം ഒഴിക്കണം, അർജന്റ് ആണെന്ന് പറയുമ്പോൾ റോക്ക് പറയും, അതിനു വേണ്ടിയിട്ട് നിന്റെ കൈയിന്റെ വിലങ്ങൊന്നും അടിച്ചു തരാന്ന് കഴിയത്തില്ല, നടന്നു വരുന്ന വഴിക്ക് തന്നെ അതെല്ലാം സാധിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഇല്ല അതൊന്നും കഴിയത്തില്ല, എനിക്ക് എന്തായാലും മൂത്രം ഒഴിക്കണം, അർജന്റാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് വരത്തില്ല, ഇനിയിപ്പോൾ നീ എന്റെ എടുത്തോണ്ട് പോകാനാണെങ്കിൽ നിന്റെ മുകളിലൂടെ ഞാൻ മൂത്രം ഒഴിക്കുമെന്ന് പറയുമ്പോൾ റോക്ക് അവന്റെ സിബ് തുറന്നു വെച്ചു കൊടുക്കും. അപ്പോൾ ട്രാവിസ് പറയും, ഇത് ചെയ്തിട്ട് എന്ത് കാര്യം, ഷഡ്ഡി കൂടി ഒന്ന് താഴ്ത്തി തരാൻ പറയുമ്പോൾ എടാ ഒന്ന് പോടാ അതൊന്നും വയ്യാന്ന് പറയുന്നതും ട്രാവിസ് പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് എങ്ങനെയെങ്കിലും സാധനം പുറത്തെടുത്ത് മൂത്രമൊഴിക്കാണ്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ അവൻ അവിടെ നിൽക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ റോക്ക് തിരിഞ്ഞു നിന്നിട്ട് ഓക്കെ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ നല്ല റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലം നോക്കി നടക്കുന്നതും പെട്ടെന്ന് എന്തോ ഒരു കെണിയിലേക്ക് ചവിട്ടി റോക്കിനെ തല കീഴായിട്ട് വലിച്ചിങ്ങനെ ഇട്ടേക്കുന്നു. അങ്ങനെ റോക്ക് അവിടെ കിടന്ന് ആടുന്നതും ഇത് കണ്ട ട്രാവിസിന് നല്ല സന്തോഷമായി. അവൻ ചാടി ചിരിച്ചിരിച്ച് റോക്കിന്റെ അടുത്തേക്ക് വന്നിട്ട് റോക്കിന്റെ പോക്കറ്റിൽ നിന്നും അവന്റെ വിലങ്ങ് അഴിക്കാനുള്ള ഒരു കീ ഉണ്ടല്ലോ അതും താഴെ വീണിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ ഒരു കീയും എടുത്ത് അവന്റെ വിലങ്ങ് ഒഴിച്ചിട്ട് നീ ഇവിടെ കിടന്നു, ഞാൻ രക്ഷപ്പെട്ട് പോകാൻ പോവാണെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നതും ഇവന്റെ കല്ലു ഒരു കെണി വീണിട്ട് അവനെ തല കീഴാക്കി കെട്ടി തൂക്കിയിട്ടേക്കാണ്. ഇപ്പൊ രണ്ടുപേരും ഒരുമിച്ച് തൂങ്ങി കിടക്കുന്നതും ഇപ്പൊ രണ്ടുപേർക്ക് സമാധാനമായല്ലോ. ഓക്കെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല, അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ശ്രമിച്ചാലേ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആടുകയാണ്. എന്താന്ന് വെച്ചാൽ അടുത്തുള്ള ആ ഒരു മരത്തിലേക്ക് പിടിച്ച് അങ്ങനെ മുകളിലേക്ക് കയറിയിട്ട് ആ ഒരു കാലിലേക്ക് കെട്ടടിക്കാൻ വേണ്ടി അങ്ങനെ രണ്ടുപേരും ആടി ഓരോ മരത്തിനടുത്തേക്ക് എത്തുമ്പോഴത്തേക്കും ഒരു മരത്തിനടുത്ത് ഒരു വലിയ കുരങ്ങൻ വന്നിരിക്കുന്നു. അത് അവരെ അടുത്തേക്ക് വരാണ്ട് സമ്മതിക്കുന്നില്ല. ഇപ്പൊ അടുത്തൊരു വശത്തേക്ക് പോകുമ്പോഴത്തേക്കും അവിടെയും ഒരു കുരങ്ങനുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് രണ്ടുപേരും സെന്ററിൽ തന്നെ അങ്ങനെ തൂങ്ങിക്കിടക്കും. ഇപ്പോഴാണ് ഒരു കുരങ്ങൻ പെട്ടെന്ന് നമ്മുടെ റോക്കിന്റെ മുകളിലേക്ക് ചാടിക്കയറും. എന്നിട്ട് അവന്റെ മുഖത്തിനടുത്തേക്ക് ഇരുന്നിട്ട് ഈ കുരങ്ങൻ കാണിക്കുന്ന വേറെത്തരം എന്താണെന്ന് നോക്കണം. അവന്റെ മുഖത്തിനടുത്തിരുന്നിട്ട് ഇത് ചെയ്യുന്ന കാര്യങ്ങള് റോക്കിന് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അപ്പോഴാണ് പെട്ടെന്നാണ് ഒരു തോക്ക് ഫയറാവുന്ന ശബ്ദം. ഈ കുരങ്ങന്മാരെ പേടിച്ചവിടെ നിന്ന് പോകുന്നതും ഇത് വേറെ ആരുമല്ല, ആ ഒരു കാടിനകത്തുള്ള തീവ്രവാദികളെന്ന് പറയുമല്ലോ, റെബൽസ്, അവരാണ്. ഇപ്പൊ ഇവരെ രണ്ടുപേരെയും അവിടെ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് പോയിട്ട് അവര് താമസിക്കുന്ന ആ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് കെട്ടിയിടും. എന്നിട്ട് ഈ ഗ്രൂപ്പിന്റെ തലവൻ ഇവരുടെ മുന്നിലേക്ക് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ട്രാവിസ് റോക്കിനോട് പറയുന്നത്, റോക്ക് മാമ നോക്ക്, ഇവരെ പറ്റി എനിക്ക് നല്ലതുപോലെ അറിയാം, ഇവരെന്ത് പറഞ്ഞാലും അവരെ തന്നെ സൂക്ഷിച്ചു നോക്കി ദേഷ്യം അങ്ങനെ നിൽക്കണം, വേറൊന്നും മിണ്ടരുതെന്ന് പറയും. ഇപ്പൊ ആ ഒരു തലവനടുത്തേക്ക് വരുമ്പോഴത്തേക്കാണ് ട്രാവിസ് അവരുടെ ഭാഷയിൽ അവരോട് സംസാരിക്കുന്നു. ഇത് കണ്ട റോക്ക് ഇവൻ എല്ലാ ഭാഷയും അറിയോ എന്നുള്ള രീതിയിൽ ട്രാവിസിനെ നോക്കുമ്പോഴത്തേക്കും ട്രാവിസ് എന്തോ കാര്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ റോക്ക് വിചാരിക്കുമ്പോൾ ഇവരെ രണ്ടുപേരെ രക്ഷപ്പെടുത്താനാണെന്ന്. അവിടെയാണ് ട്രാവിസ് മറ്റൊരു കാര്യം ചെയ്യുന്നത്. ഇപ്പോൾ റോക്കിന് ഈ ഒരു ഭാഷ അറിയാത്തത് കൊണ്ട് ട്രാവിസ് പറയുന്നത് എന്താണെന്നറിയോ, എന്റെ പൊന്നു ചേട്ടാ അതെ ഇവൻ ആ വില്ലന്റെ ആളാണ്, നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ വില്ലൻ ഇവന് പണം കൊടുത്ത് ഇവിടേക്ക് പറഞ്ഞു വിട്ടതാണ് എന്നെല്ലാം ട്രാവിസ് ഇവരോട് കള്ളം പറയും. അതുമല്ല കൈ നിട്ടും ഒരുപാട് കള്ളങ്ങൾ അവരോട് പറയുന്നുണ്ട്. ഇതറിയാതെ നമ്മുടെ റോക്ക് മാമനാണെങ്കിലോ ഇവരെ നോക്കി ദേഷ്യപ്പെട്ട് നിൽക്കുകയാണല്ലോ. എല്ലാവരും തോക്കും എടുത്ത് റോക്കിനെ നോക്കിയിട്ട് ഇപ്പൊ അവരെന്താ ചെയ്യുന്നത് വെച്ചാല് ആയുധമില്ലാതെ ഇവരോട് ഫൈറ്റ് ചെയ്യണം. അതിനുവേണ്ടി റോക്കിന്റെ കെട്ടഴിച്ചിട്ട് ഇപ്പൊ റോക്കിനെ ഈ ഒരു മരത്തിൽ നിന്ന് ചാടി വീണെല്ലാം പല രീതിയിൽ ഇടിക്കുകയാണ്. എന്താന്ന് വെച്ചാല് നമ്മുടെ ജാക്കി ചാന്റെ അനിയനാണെന്ന് തോന്നുന്നു ഇവരുടെ നേതാവ്, അതുപോലെയാണ് അവൻ ചാടിയും വന്ന് ഇടിക്കുന്നത്. അതുപോലെ രണ്ടുപേരും മരത്തിന് മുകളിൽ നിന്നെല്ലാം പറന്നു വന്ന് റോക്കിനെ തൂക്കിയെടുത്തൊരു ഒറ്റയേറ്. ഇപ്പൊ ഇത്രയും നേരം റോക്ക് സഹിച്ചു പിടിച്ച് ഇവരെന്ന് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഇനി എന്തായാലും അത് ചെയ്താൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് റോക്ക് അങ്ങനെ ചാടി എഴുന്നിട്ട് തിരിച്ച് എല്ലാത്തിനെയും പിടിച്ചിട്ട് ഇടിക്കുകയാണ്. അമ്മാരുടെ കുംഫും കറാട്ടയും ഒന്നും റോക്ക് മാമന്റെ മുന്നിലേ ഒന്നുമല്ല. റോക്ക് അങ്ങനെ തൂക്കിയെടുത്ത് എല്ലാത്തിനെയും താഴെക്കിട്ട് അവസാനം ആ ഒരു തലവന്റെ കഴുത്തിൽ കത്തിയും വെക്കുന്നു. അങ്ങനെ അവനെ കൊല്ലുന്നാവുമ്പോഴത്തേക്കും പെട്ടെന്ന് തോക്കുമായിട്ട് ഒരാളകത്തേക്ക് കയറി വരുന്നു. അത് വേറെ ആരുമല്ല, മറിയാനെയാണ്. ഇവളെന്തിനാ ഈ ഒരു സ്ഥലത്ത് നിന്ന് നമ്മുടെ ട്രാവിസ് ആലോചിക്കുമ്പോഴത്തേക്കാണ് അടുത്ത ഒരു ടെസ്റ്റ് ഈ ഒരു ഗ്രൂപ്പിന്റെ പ്രധാന ലീഡറെ നമ്മുടെ മറിയാനെയാണ്. ഇപ്പൊ ഇവരുടെ ഈ ഒരു ഗ്രൂപ്പ് എന്തിനാണെന്നറിയോ, ഇവര് കൊള്ളക്കാരോ അല്ലെങ്കിൽ തീവ്രവാദികളോ അങ്ങനെ ആരുമല്ല. ആ വില്ലൻ ഈ ഒരു സ്വർണ്ണ നഗരത്തിലെ അടിമകളെ പോലെ ഒരുപാട് പേരെ ജോലി ചെയ്യുന്നുണ്ടല്ലോ, അതിനെതിരെ സമരം ചെയ്യുന്ന അവരോട് പ്രതികരിക്കുന്ന ഒരേ ഒരു കൂട്ടം ഇവര് മാത്രമാണ്.
അതുകൊണ്ട് മറിയാന വന്നിട്ട് ഇവരോട് കാര്യം പറയും, ഇതുപോലെ ഈ ഒരു മൊട്ടത്തലയൻ റോക്ക് അവൻ നല്ല ആള് തന്നെയാണ്, ട്രാവിസ് അവനെ രക്ഷപ്പെടാൻ വേണ്ടി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞതാണെന്നെല്ലാം പറഞ്ഞിട്ട് ഇവരെ രണ്ടുപേരെ രക്ഷപ്പെടുത്തും. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ എല്ലാവരും ആഹാരം കഴിക്കുമ്പോഴത്തേക്കാണ് മറിയാന പറയുന്നത്, ആ കോർണലിസ് അല്ലേ, അവൻ നമ്മുടെ ഈ ഒരു നഗരത്തിലെ എല്ലാ ആളുകളെയും കൊണ്ടുവന്നിട്ട് അടിമകളെ പോലെ ജോലി ചെയ്യിപ്പിക്കാണ്, അതിൽ നിന്നും എല്ലാവരെയും രക്ഷിക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവർക്കെതിരെ പോരാട്ടം നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളിൽ നമ്മുടെ മറിയാന പറയും. അപ്പോഴാണ് ഇവരുടെ നേതാവായിട്ടുള്ള വേറൊരുത്തരുണ്ടല്ലോ നമ്മുടെ റോക്കിനെ ഇടിച്ച, അവനിപ്പോ റോക്കിന്റെ അടുത്തേക്ക് വന്നിട്ട് നീ ഭയങ്കര ധൈര്യശാലിയാണ്, നീ നല്ലൊരു വീരനാണെന്നെല്ലാം പറഞ്ഞ് അവന്റെ കഴുത്തിലുള്ള ഒരു മാല എടുത്ത് നമ്മുടെ റോക്കിന് ഇട്ട് കൊടുക്കും. അങ്ങനെ ആ ഒരു സന്തോഷത്തിലിരിക്കുമ്പോൾ പെട്ടെന്ന് എവിടെ നിന്ന് ഒരു ബുള്ളറ്റ് വന്ന് ഇവരുടെ കൂട്ടത്തിലുള്ള ഒരുത്തനെ വെടിവെച്ച് താഴെക്കിടുന്നു. ആരാണെന്ന് കാണിക്കുമ്പോഴത്തേക്കും ആ വില്ലന്റെ ആളുകളുണ്ടല്ലോ, അവരാണ് ഈ സ്ഥലം കണ്ടുപിടിച്ച് ഇവിടേക്ക് വന്നത്. എന്നിട്ട് അവര് പെട്ടെന്ന് ചുറ്റിൽ നിന്നും ഷൂട്ട് ചെയ്യുന്നതും അവരൊരു 19 പേരുണ്ട്, ഇവരാണെങ്കിൽ ഒരു 10-30 പേരെ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്യുന്നതും ബാക്കി എല്ലാവരെയും അവര് ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുണ്ട്. ഇപ്പൊ ഈ കൂട്ടത്തിൽ രക്ഷപ്പെടുന്നത് നമ്മുടെ റോക്ക്, ട്രാവിസ്, അതേപോലെ തന്നെ മറിയാന. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു ഫൈറ്റിന് ശേഷം ഇവർ മൂന്നുപേരും നമ്മുടെ മറിയാനയുടെ ആ ഒരു ബോട്ടുണ്ടല്ലോ അതും എടുത്ത് ഇവർ മൂന്നുപേരും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. ഇത് കണ്ട് നമ്മുടെ വില്ലനാണെങ്കിലോ അവന്റെ ടീമിനോട് പലതായിട്ട് പിരിഞ്ഞു പോയിട്ട് അവരെ മൂന്നുപേരെ കണ്ടുപിടിച്ച് കൊണ്ടുവരാൻ പറയും. അതേസമയം ഇവരെ മൂന്നുപേരെ കാണിക്കുമ്പോൾ ഇവരാ ഒരു പുഴയിലൂടെ തന്നെ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മറിയാന ട്രാവിസിനോട് പറയുന്നത്, ശരി, നീ ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ നീ കണ്ടുപിടിച്ച ആ ഒരു നിധിയില്ലേ, അതിനടുത്തേക്ക് കാറ്റോ എന്ന് പറഞ്ഞ ആ ഒരു നിധിയുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോകാൻ പറയുമ്പോൾ ട്രാവിസ് പറയും കഴിയത്തില്ലാന്ന്. ഇപ്പൊ ഇത് കേട്ട മറിയാന പെട്ടെന്ന് തോക്കെടുത്ത് അവനെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നതും നമ്മുടെ റോക്ക് പെട്ടെന്ന് ആ ഒരു തോക്ക് പിടിച്ചു വാങ്ങി ഇവരുടെ ഇടയിൽ ചെറിയൊരു ഫൈറ്റ് ഉണ്ടാവുന്നതും പെട്ടെന്ന് റോക്ക് രണ്ടുപേരെ സമാധാനപ്പെടുത്തി, ഓക്കെ നമുക്കൊരു ഡീൽ വെക്കാം, ട്രാവിസ് നിന്നെ ആ ഒരു നിധിയുടെ അടുത്തേക്ക് കൊണ്ടുപോകും, പകരം അവിടെ എത്തിയതിനു ശേഷം നീ ഈ കാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് വെളിയിലേക്ക് പോകാനായിട്ടുള്ള വഴി പറഞ്ഞു തരണം, അങ്ങനെയാണെങ്കിൽ നിധിയും കൊണ്ട് നിനക്കും പോവാം, ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ നാട്ടിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ അവൾക്കും അത് ഓക്കെയാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡീലിനെ മറിയാന സമ്മതിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ട്രാവിസും അതിന് സമ്മതിച്ചിട്ട് ഇപ്പൊ അവന്റെ കയ്യിലുള്ള ആ ഒരു മാപ്പ് എടുത്ത് ഇവർ മൂന്നുപേരും നേരെ ആ ഒരു നിധിയുള്ള സ്ഥലത്തേക്ക് പോവാണ്, കാറ്റോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വലിയ മലയും അതേപോലെ തന്നെ ഈ ഒരു കാടും ഇങ്ങനെ ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ട് വേണം അതിനടുത്തേക്ക് എത്താനായിട്ട്. അങ്ങനെ കുറേ ദൂരം ഇവർ മൂന്നുപേരും യാത്ര ചെയ്ത് ഇപ്പൊ ഒരു വലിയ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് വരും. ഇത് കണ്ട നമ്മുടെ ട്രാവിസ് പെട്ടെന്ന് അവന്റെ ഷർട്ടെല്ലാം ഊരിക്കളഞ്ഞ് വാ നമുക്കൊന്ന് കുളിച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നതും ഇപ്പൊ നമ്മുടെ റോക്കും ഇത് കണ്ട് അവന്റെ പാൻറ് ഉടുപ്പെല്ലാം ഊരിയിട്ട് ചാടാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് മറിയാന പറയുന്നത്, ഓക്കെ നീ വെള്ളത്തിലേക്ക് ചാടുന്നതല്ല ശരി തന്നെയാണ്, പക്ഷെ ആ ഒരു വെള്ളത്തിൽ പ്രത്യേകത ഒരു ജീവിയുണ്ട്, നീ വെള്ളത്തിനടിയിലേക്ക് പോയിട്ട് മൂത്രമൊഴിച്ചു കഴിഞ്ഞാല് അത് നിന്റെ പ്രൈവറ്റ് പാർട്ടിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അത് മുറിച്ച് കളയാതെ വേറെ വഴിയില്ലാന്ന് പറയുന്നതും റോക്ക് വെട്ടുന്ന തന്റെ പാൻറ്റിൽ അതേപോലെ തന്നെ തിരിച്ചു കയറ്റി വെക്കുകയാണ്. ഇപ്പോഴാണ് നമ്മുടെ ട്രാവിസ് പറയുന്നത്, ഓക്കെ നമ്മൾ അന്വേഷിച്ചു വന്ന ആ ഒരു നിധിയില്ലേ അത് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങണമെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മുടെ റോക്കും മറിയാനയും പെട്ടെന്ന് ആ ഒരു വെള്ളത്തിലേക്ക് ചാടി ഇപ്പോ വെള്ളത്തിനടിയിലൂടെ ഇവർ ഒരുപാട് ദൂരം നീന്തി പോവാണ്. നീന്തി അവസാനം വലിയൊരു ഗുഹയ്ക്കുള്ളിലേക്ക് ഇവരെത്തുന്നു. ഇപ്പൊ ആ ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് എത്തുമ്പോഴത്തേക്കും ആ ഒരു ഗുഹയില് മനുഷ്യൻ കയറിയിട്ട് തന്നെ നൂറ്റാണ്ടുകളായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാവും എന്ന് വിചാരിച്ച് നമ്മുടെ ട്രാവിസ് ആ ഒരു ഗുഹയുടെ വെളിയിൽ നിന്നും ഒരു പന്തം കത്തിച്ചിട്ട് അതിന്റെ കല്ലിനടുത്ത് ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അതിനുള്ളിലേക്ക് തീ പടർന്നു പിടിച്ചിങ്ങനെ പോകുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഈ ഒരു ഗുഹയ്ക്കുള്ളിൽ മീഥേൻ ഗ്യാസ് ഉണ്ടാവും, അതാണ്. ഓക്കെ അത് കത്തി തീരട്ടെ എന്ന് പറഞ്ഞ് ട്രാവിസ് അങ്ങനെ നിൽക്കുമ്പോൾ ഈ തീ ഉള്ളിലേക്ക് പോയിട്ട് മീഥേൻ ഗ്യാസ് ഒരുപാട് നിറഞ്ഞു നിൽക്കുകയാണല്ലോ. പെട്ടെന്നൊരു പൊട്ടിത്തെറി പോലെ സംഭവിക്കുന്നതും ഇവര് വീണ്ടും വെള്ളത്തിനടിയിലേക്ക് തന്നെ ചാടും. എന്തോ ഭാഗ്യത്തിന്റെ വെളിയിൽ നിന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. അകത്തേക്ക് പോയെങ്കിൽ എല്ലാണോ മരിച്ചേനെ. അങ്ങനെ ഈ ഒരു തീ പിടിച്ചത് കൊണ്ട് അതിനകത്തുള്ള മീഥേൻ ഗ്യാസ് എല്ലാം പോയതിനു ശേഷം ഇപ്പൊ ഇവര് മൂന്നൊരു ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരുപാട് കമ്പുകൾ അങ്ങനെ താങ്ങി നിർത്തിയിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് അറിയത്തില്ല. അതുമല്ല ഇത് വലിയൊരു കഥക് പോലെയാണ്, ഇത് മാറ്റിയാൽ മാത്രമേ ആ ഒരു നിധിയുള്ള സ്ഥലം കണ്ടുപിടിക്കാൻ കഴിയത്തുള്ളൂ. ഇപ്പൊ നമ്മുടെ റോക്ക് ട്രാവിസിനോട് ഓക്കെ ഇതെന്താ ഇങ്ങനെ വെച്ചേക്കുന്നത് ചോദിക്കുമ്പോഴത്തേക്കാണ് ട്രാവിസ് പറയുന്നത്, ഇത് 800 വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ജീവിച്ചിരുന്ന ആളുകള് ആ ഒരു നിധി സംരക്ഷിക്കാൻ വേണ്ടി വെച്ച ഒരു ലോക്കാണ്. എന്താന്ന് വെച്ചാല് ഈ താങ്ങി വെച്ചിരിക്കുന്ന കമ്പുകളുടെ മുകളിലായിട്ട് വലിയ പാറകളുണ്ട്. ഇത് ഏതെങ്കിലും തട്ടി താഴെ കിട്ടാൽ ആ ഒരു പാറയെല്ലാം താഴേക്ക് വീണ് അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നവർ മരിക്കും. ഇപ്പൊ ഇങ്ങനെയുള്ളൊരു പൂട്ട് മാറ്റാൻ വേണ്ടി എനിക്കൊരു കാര്യം അറിയാമെന്ന് പറഞ്ഞ് അവൻ താഴെയുള്ള ആ ഒരു മണ്ണ് മാറ്റുമ്പോഴത്തേക്കും അവിടെ പുലിയുടെ രൂപത്തിലുള്ള എന്തോ ഒരു ചിത്രമുണ്ട് ഒരു കല്ലിൽ കൊത്തിയിട്ട്. അപ്പൊ ട്രാവിസ് പറയും, ഓക്കെ നമ്മൾ ഈ ഒരു കമ്പുകള് ഈ പുലിയുടെ ഷേപ്പിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാല് നമുക്ക് സേഫ് ആയിട്ട് ഉള്ളിലേക്ക് പോവാന്ന് പറയുന്നതും ട്രാവിസ് അതുപോലെ ചെയ്യുമ്പോഴത്തേക്കാണ് ഒരു അബദ്ധം. പെട്ടെന്ന് അതിന്റെ മുകളിലുള്ള കല്ല് താഴേക്ക് വന്ന് വീഴുന്നു. അപ്പോൾ ട്രാവിസിന് മനസ്സിലായി താൻ പറഞ്ഞതല്ല ശരി, അത് തെറ്റായിട്ടുള്ള കാര്യമാണെന്ന്. അതുമല്ല ഓരോ പാറകളായിട്ട് ഉള്ളിലേക്ക് വീഴുന്നതും ഇപ്പൊ ഈ ഒരു കമ്പുകൾ മാറ്റാനൊന്നും സമയമില്ല. പെട്ടെന്ന് പോയിട്ട് ആ ഒരു നിധി എടുത്തോണ്ട് വരാൻ പറയും. എന്നിട്ട് റോക്ക് എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു പാറകൾ വീഴാതെ ആ ഒരു കമ്പുകൾ അനങ്ങാതെ അതിങ്ങനെ പിടിച്ചേക്കാണ് താങ്ങി. ആ ഗ്യാപ്പില് ഇവര് രണ്ടുപേരും ട്രാവിസും മറിയാനയും അകത്തേക്ക് പോയിട്ട് ആ ഒരു നിധി അവർ കണ്ടുപിടിക്കുന്നതും
ഇപ്പോൾ രണ്ടുപേരും പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ വരുമ്പോൾ ആ ഒരു പാറകളെല്ലാം താഴേക്ക് വന്ന് വീഴുന്നു കൂട്ടം കൂട്ടമായിട്ട്. കുറച്ച് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് ഇവർ മൂന്നുപേര് തീയെല്ലാം കൂട്ടിയിരുന്ന് സംസാരിക്കുന്നു. എന്താന്ന് വെച്ചാൽ ആ ഒരു പാറകൾ പൂർണ്ണമായിട്ട് താഴേക്ക് വീഴുന്നതിന് മുന്നേ ഇവരെങ്ങനെ രക്ഷപ്പെട്ടു. അങ്ങനെ എല്ലാവരും ഇന്ന് സംസാരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ മറിയാന എന്തോ ഒരു പഴം എടുത്ത് കട്ട് ചെയ്ത് കൊടുത്തിട്ട്, ഓക്കെ എന്തായാലും ഇത്രയും ദൂരം വന്നല്ലേ, ഇത് കഴുകി കുറച്ച് എനർജി കിട്ടും എന്ന് പറഞ്ഞ ആ ഒരു പഴം രണ്ടുപേർക്കും കഴിക്കാൻ കൊടുക്കുന്നതും ഇവർ രണ്ടുപേരും അതെടുത്ത് കടിച്ച് അത് ഉള്ളിലേക്ക് ഇറക്കി നോക്കുമ്പോഴത്തേക്കാണ് പരസ്പരം ഇവർക്ക് രണ്ടുപേർക്കും രണ്ടുപേരുടെ രൂപം മാറുന്നതുപോലെയും ബോധമെല്ലാം നഷ്ടപ്പെടുന്നതുപോലെ രണ്ടുപേരും മയങ്ങി താഴേക്ക് വന്ന് വീഴുന്നു. വേറൊന്നുമല്ല, നമ്മുടെ ട്രാവിസിന്റെ കയ്യിലുള്ള ആ ഒരു നിധിയുണ്ടല്ലോ, അത് മറിയാൻ എടുക്കാണ്. അതിനുവേണ്ടി മനഃപൂർവ്വമാണ് അവൾ ഈ ഒരു പഴം കട്ട് ചെയ്ത് ഇവർക്ക് രണ്ടുപേർക്കും കൊടുത്തത്. ഇപ്പൊ മറിയാന ട്രാവിസിനോട് പറയും, ഇത് വിറ്റ് കാശാക്കാനായിട്ട് ഞാൻ ഒരിക്കലും നിങ്ങളെ സമ്മതിക്കില്ല. കാരണം ഇത് ഞങ്ങളുടെ ഗ്രാമത്തിലുള്ളതാണ്, ഇത് ഇവിടെ തന്നെ വേണം. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇതേ വടക്ക് ഭാഗത്തേക്ക് നടന്നു കഴിഞ്ഞാലേ നിങ്ങൾക്ക് റോഡ് കണ്ടുപിടിക്കാൻ കഴിയും. ഇനി എന്റെ പിറകെ വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവള് അതും എടുത്ത് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ക്യാറ്റോ എടുത്തിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നതും അത് കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കാണ് ഇവരുടെ രണ്ടുപേരുടെ കൈയും കാലും പതിയെ പതിയെ അനങ്ങാൻ തുടങ്ങുന്നത്. പക്ഷേ പൂർണ്ണമായിട്ടും ശരിയാവുന്നതിന് മുന്നേ തന്നെ ഇവർക്ക് വേറെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായെന്ന് തോന്നുന്നു. ഇതിനു മുന്നേ നമ്മുടെ റോക്കിനെ വന്ന് അവന്റെ മുഖത്തേക്ക് ചാടിയിരുന്ന ആ ഒരു കുരങ്ങനും ടീമുണ്ടല്ലോ, അവരിപ്പോ വീണ്ടും ഇവരുടെ അടുത്തേക്ക് വന്നേക്കാണ്. എന്നിട്ട് നമ്മുടെ റോക്കിനടുത്തേക്ക് വരാനായിട്ട് നോക്കുമ്പോഴത്തേക്കും റോക്ക് ഇത് വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവുമെന്ന് പറഞ്ഞ് അവൻ എങ്ങനെയെങ്കിലും അവന്റെ കൈ അനക്കി ഒരു വലിയ തടിയെടുത്ത് അതിനെല്ലാം പേടിപ്പിച്ച് ഓടിക്കാൻ നോക്കും. അങ്ങനെ ഒരു വിധത്തിൽ ആ ഒരു കുരങ്ങനെ എല്ലാം ഓടിച്ച് കളഞ്ഞിട്ട് നമ്മുടെ മരിയാന പറഞ്ഞ ആ ഒരു വഴിയെ തന്നെ ഇവർ രണ്ടുപേരും നടന്ന് അവസാനം റോഡ് കണ്ടുപിടിച്ച് ഇപ്പോൾ ഇവരുടെ പ്ലെയിൻ ഉണ്ടല്ലോ അതുള്ള സ്ഥലത്തേക്ക് രണ്ടുപേരും വരുന്നുണ്ട്. ഇപ്പൊ അവിടെയൊക്കെ എന്ന റോക്കിനോട് ഡിലം പറയും, 1 മണിക്കൂർ കഴിഞ്ഞ് വരാന്ന് പറഞ്ഞ ആള് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ റോക്ക് പറയും, ഓക്കെ അതൊക്കെ പോട്ടെ, ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറയുമ്പോൾ അവൻ പറയും, എന്റെ ജീപ്പും കൊണ്ട് കാട്ടിൽ കളഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങളെ ഞാൻ പ്ലെയിനിൽ കൊണ്ടുപോകണോ? അപ്പോൾ റോക്ക് പറയും, നിന്റെ ജീപ്പിന് എത്രയായി, നീ എത്ര ചോദിച്ചാലും ഞാൻ തരാന്ന് പറയുമ്പോൾ അവൻ പറയും, ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകാന്ന് പറയും. അപ്പോൾ റോക്ക് പറയും, അങ്ങനെയല്ല, ആ വില്ലന്റെ ആളുകൾ ഞങ്ങൾ അന്വേഷിച്ച് ഇവിടേക്ക് വരുന്നുണ്ട്, അതിനു മുന്നേ ഞങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറയുമ്പോൾ ഡിലം പറയും, അതിന് നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കണ്ട. അതെന്തു പറ്റി? വേറൊന്നുമല്ല, ആ ഒരു ക്യാറ്റോ വെച്ചിരിക്കുന്ന മറിയാന എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിനെ അവർ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യം ഒരിക്കലും അവർക്കുണ്ടാവത്തില്ല. അതുപോലെ അവളുടെ കയ്യിലുള്ള ആ ഒരു നിധിയും അവർ കൈക്കലാക്കിയിട്ട് ഇപ്പൊ അവളുടെ കൂടെയുള്ള ബാക്കിയുള്ള ആളുകളുണ്ടല്ലോ അവരെവിടെയാണെന്ന് ചോദിച്ച് അവളെ വളരെ കൊടുമപ്പെടുത്തി അവളെ ഇപ്പോൾ നല്ലതുപോലെ അവർ ഉപദ്രവിക്കുന്നുണ്ടാവും. അതുകൊണ്ട് നിങ്ങളതെന്ന് ആലോചിച്ച് പേടിക്കണമെന്ന് പറയുന്നതും ഇത് കേട്ട് നമ്മുടെ റോക്ക് മാമനെ നമ്മുടെ മറിയാനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാനായിട്ട് മനസ്സ് വരുന്നില്ല. കാരണം അവളോട് പറഞ്ഞ ആ ഒരു ഡീലില് മറിയാനയുടെ കയ്യിൽ ആ ഒരു ക്യാറ്റോ ഉണ്ടായിരിക്കണം, ഇവർ രണ്ടുപേരും സേഫ് ആയിട്ട് തിരിച്ചു പോകണം. പക്ഷേ മറിയാൻ ഇപ്പൊ അവരുടെ കയ്യിൽ പെട്ടുപോയതുകൊണ്ട് അവളുടെ കയ്യിൽ ക്യാറ്റോ ഇല്ലല്ലോ. അതുകൊണ്ട് റോക്ക് ട്രാവിസിനോട് പറയും, ഓക്കെ ഞാൻ കൊടുത്ത വാക്ക് അത് പാലിക്കാറുണ്ട്, അതുകൊണ്ട് ആ ഒരു ക്യാറ്റോ അവളുടെ കയ്യിൽ തിരിച്ചെത്തിച്ചു കൊടുത്തിട്ട് ഞാൻ ഇവിടേക്ക് തിരിച്ചു വരാം, അതുവരെ നീ ഇവിടെ വെയിറ്റ് ചെയ്യ്, ഞാൻ പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ ട്രാവിസ് പറയും, എന്നെ ഒറ്റയ്ക്കായിട്ട് പോവാണോ, ഞാൻ ഇതിനോടൊപ്പം വരുന്നു എന്ന് പറഞ്ഞ് ഇപ്പോൾ ട്രാവിസിന്റെ കയ്യിൽ ആ ഒരു വിലങ്ങ് ഒഴിച്ചിട്ട് നമ്മുടെ റോക്കിനോടൊപ്പം തന്നെ ട്രാവിസും പോവാണ്. പ്രത്യേകം പറയുന്നുണ്ട്, അവളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്നോടൊപ്പം അതേപോലെ തന്നെ തിരിച്ചു വരണമെന്ന് പറയുമ്പോൾ ട്രാവിസ് പറയും, അതൊന്നും ഒരു കുഴപ്പമില്ല, ഞാൻ നിന്നോടൊപ്പം തന്നെ വരാമെന്ന് പറഞ്ഞ് ഇപ്പൊ ഇവര് രണ്ടുപേരും അവിടേക്ക് പോകുന്നതും നമ്മുടെ വില്ലനെ ടീമിനെ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ മറിയാനയോട് വില്ലൻ ചോദിക്കുകയാണ്, നിന്റെ ബാക്കിയുള്ള ആളുകൾ ഇവിടെ, അവരെല്ലാവരും ഇവിടേക്ക് വരണമെന്നെല്ലാം പറയുമ്പോൾ അവൾ ഒരിക്കലും അത് പറഞ്ഞു കൊടുക്കത്തില്ല. ഇപ്പോഴാണ് ആ ഒരു സെക്യൂരിറ്റി റൂമിൽ നിന്ന് ഒരുത്തൻ, ബോസ് നമ്മുടെ 1ാമത്തെ സെക്യൂരിറ്റി ഗേറ്റിനടുത്തുള്ള ആളുകളെ ഒന്നും കാണാനില്ല എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും അവിടെയുള്ള ക്യാമറ വഴി നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ റോക്ക് അവരുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു. ഇപ്പോൾ റോക്ക് അതിന്റെ മുന്നിൽ നിന്നിട്ട് വില്ലനെ നോക്കിയിട്ടാണ് പറയുന്നത്, ഈ ക്യാമറ വഴി നിനക്ക് എന്നെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് നിനക്ക് 2 ഓപ്ഷൻ തരാം. ഓപ്ഷൻ എ, അവളെയും ആ ഒരു ക്യാറ്റോയും ഒരു കുഴപ്പമില്ലാതെ ഇതിന് വെളിയിലേക്ക് പറഞ്ഞു വിടണം, അങ്ങനെയാണെങ്കിൽ നിനക്കൊരു കുഴപ്പമുണ്ടാകത്തില്ല. ഓപ്ഷൻ ബി ആണെങ്കിലോ, എന്നെ നിനക്കറിയാലോ, നീ അത് അവസാനം ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നിന്നെക്കൊണ്ട് ഞാനത് ചെയ്യുമെന്ന് പറയുന്നതും നമ്മുടെ വില്ലനാണെങ്കിൽ ഭയങ്കര അഹങ്കാരമാണല്ലോ. അതുകൊണ്ട് ഓപ്ഷൻ ബി എന്ന് പറയുന്നതും റോക്ക് പറയും, ഓക്കെ നീ തെറ്റായിട്ടുള്ള തീരുമാനം എടുത്തതെന്നും പറഞ്ഞ് ആ ക്യാമറ ഇടിച്ചു പൊട്ടിച്ചിട്ട് റോക്ക് അവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ വില്ലൻ പെട്ടെന്ന് അവന്റെ ആളുകളോട് പറയും, ഓക്കെ നമ്മുടെ ഈ ഒരു ഗ്രാമത്തിൽ വെളിയിൽ നിന്ന് ഒരാൾ പോലും കയറാൻ പാടില്ല, ഫുൾ സെക്യൂരിറ്റി ആയിരിക്കണമെന്ന് പറഞ്ഞിട്ട് വില്ലന്റെ ആളുകളെ എല്ലായിടത്തും നിർത്തിയേക്കാണ്. ആ ഗ്രാമത്തിൽ താമസിക്കുന്നവരാണെങ്കിൽ അവരുടെ വീടിനകത്തേക്ക് പോയിട്ട് ഒളിച്ചിരിക്കുന്നു. നമ്മുടെ മറിയാനെ അവിടെ കെട്ടിയിട്ടിട്ട് വില്ലന്മാര് ചുറ്റിനും നിൽപ്പുണ്ട്. ഇപ്പൊ ഈ ഒരു ഗ്രാമം മുഴുവൻ ഭയങ്കര ശാന്തമായിട്ടിരിക്കുകയാണ്, എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നു, എന്താണ് സംഭവിക്കുന്നില്ല അറിയത്തില്ല. ഇപ്പോഴാണ് ആ ഒരു ഗ്രാമത്തിനകത്തേക്ക് ഈ പി പോലെ എന്തോ ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്, അത് ഊതിക്കൊണ്ട് ഒരുത്തൻ നടന്നു വരുന്നു. ഇതാടെ പാവാടയൊക്കെ ഇട്ടിട്ട് ഇതിങ്ങനെ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് വേറെ ആരുമില്ല, നമ്മുടെ ഡിലൻ ഉണ്ടല്ലോ അവനായിരുന്നു. ഇപ്പൊ ഇവനാണെങ്കിലോ ഇവരുടെ മുന്നിലേക്ക് വന്ന് അത് ഊതിയിട്ട് പെട്ടെന്ന് ഇവരോട് പറയും, ഓക്കെ നിങ്ങൾക്കൊരു ഷോ ഉണ്ട്, എല്ലാവരും അത് കണ്ട് എൻജോയ് ചെയ്യുന്നു പറഞ്ഞിട്ട് അവൻ അങ്ങനെ അതിലൊരു മ്യൂസിക് വായിക്കുന്നതും കുറച്ച് കഴിഞ്ഞിട്ട് അവന്റെ കൈ വെച്ചിട്ട് അങ്ങനെ ശബ്ദം ഉണ്ടാക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് പിറകിലത്തെ കാട്ടിൽ നിന്നും ഒരുപാട് കാട്ടുപോത്തുകളുണ്ടല്ലോ
അതും കാളകള് ഇതെല്ലാം കൂടി കൂട്ടത്തോട് ഓടി വരുന്നു. ഇത് കണ്ട വില്ലന്റെ ആളുകൾക്കാണെങ്കിലോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. തോക്കെല്ലാം എടുത്ത് കളഞ്ഞിട്ട് എല്ലാവരും പല വഴിക്ക് ഓടുകയാണ്. ഇപ്പൊ ആ ഒരു കാളകൾക്കാണെങ്കിലും മനുഷ്യനാണെന്ന് അറിയത്തില്ലല്ലോ. അത് കൂട്ടത്തോടെ പോകുമ്പോഴത്തേക്കും ആ ഒരു ഗ്രാമത്തിലുള്ള വീടും കാര്യങ്ങളെല്ലാം ഇടിച്ച് നിരത്തി വില്ലന്മാരെ ഇടിച്ച് തെറിപ്പിച്ച് അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു. ഇതിനിടയിൽ ഈ ഒരു കാളകൾ ഓടുന്നതിന്റെ ഇടയിലൂടെ തന്നെ നമ്മുടെ ഹീറോയും ട്രാവിസും ഇവര് നുഴഞ്ഞു കയറും. എന്നിട്ട് എന്താണ് വില്ലന്മാരുമായിട്ട് ഇവർ ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ തോക്ക് വെച്ചിരിക്കുന്നവരുടെ കയ്യിൽ നിന്നും തോക്കെല്ലാം പിടിച്ചു വാങ്ങി നമ്മുടെ റോക്ക് എല്ലാത്തിനെയും ഇടിച്ച് ബോധം കെടുത്തി താഴെ ഇടുകയാണ്. രണ്ടുപേരും രണ്ട് വശങ്ങളിൽ പോയിട്ട് നല്ലതുപോലെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഒരവസരത്തിൽ നമ്മുടെ ട്രാവിസ് അവിടെ പെട്രോളെല്ലാം ഫില്ലായിട്ടിരിക്കുന്ന ഒരു ബസ് ഉണ്ട്, അതിനുള്ളിലായിപ്പോയി. അപ്പോൾ വില്ലന്മാരാണെങ്കിൽ ആ ഒരു ബസ്സിലേക്ക് ഷൂട്ട് ചെയ്യുന്നു. ഏത് നിമിഷം വേണമെങ്കിലും ആ ഒരു ബസ് പൊട്ടിത്തെറിക്കാം. ഇപ്പൊ ഇത് കണ്ട റോക്കിനാണെങ്കിലോ അവനെ വെറുതെ വിടാൻ കഴിയത്തില്ല, രക്ഷിച്ചേ മതിയാവൂ. ഇപ്പോൾ റോക്ക് ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവനെ ഷൂട്ട് ചെയ്യാനും ഒരുത്തൻ സ്നൈപ്പറുമായിട്ട് മുകളിൽ നിൽപ്പുണ്ട്. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാതെ റോക്ക് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഇനിയിപ്പോ കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടും കാര്യമില്ല, ട്രാവിസിനെ രക്ഷിച്ചാൽ മതിയാവൂ. എന്തു വന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് നമ്മുടെ റോക്ക് ചാടി എഴുന്നേറ്റ് തന്റെ മുന്നിലുള്ള 2 ഷോട്ട് ഗൺ ഉണ്ട്, അതങ്ങനെ 2 കയ്യിലുമായിട്ട് എടുത്തിട്ട് തോക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവന് ഭ്രാന്താണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പൊ ആ ഒരു തോക്കെടുത്ത് അവിടെ നിൽക്കുന്ന ഒരുത്തനെ പോലും വെറുതെ വിടുന്നില്ല, എല്ലാത്തിനെയും ചന്ന പിന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. അങ്ങനെ ഓരോന്നിനെ ഷൂട്ട് ചെയ്ത് താഴെ ഇടുമ്പോഴത്തേക്കാണ് നമ്മുടെ ട്രാവിസും ബസ്സിൽ കടന്ന ഒരു തോക്ക് എടുത്ത് അവനും പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഇവർ രണ്ടുപേരും ഒറ്റയ്ക്ക് ഇവരെല്ലാവരെയും ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. അങ്ങനെ എല്ലാത്തിനെയും കൊന്നിട്ട് വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഈ വില്ലന്റെ ഗ്യാങ്ങിലുള്ള ചാട്ടവാറും കൊണ്ട് 3 പേരുണ്ടല്ലോ, അവര് 3 പേരും അവിടേക്ക് വരുന്നു ചാട്ടയും കൊണ്ട്. പക്ഷെ നമ്മുടെ റോക്ക് മാമന്റെ മുന്നിലെ ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് റോക്ക് മാമൻ നല്ലതുപോലെ ആ 3 എണ്ണത്തിനെ ഇടിച്ച് താഴെ കിടുന്നതും ഇപ്പൊ ഇവര് ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കാണ് മുകളിലുള്ള ആ ഒരു സ്നൈപ്പർ അവൻ മരിച്ചിട്ടില്ല, അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് വന്ന് നമ്മുടെ റോക്കിനെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നതും കറക്റ്റ് സമയത്ത് അവനെ ആരും ഷൂട്ട് ചെയ്യുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ ട്രാവിസ് ആയിരുന്നു. ഇപ്പോൾ ട്രാവിസ് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു സ്നൈപ്പറിന്റെ കയ്യിൽ നിന്നും സ്നൈപ്പർ പെട്ടെന്ന് താഴേക്ക് വന്ന് വീഴും. അത് നമ്മുടെ റോക്ക് ആ ഒരു തോക്ക് പിടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ വില്ലൻ ഒരു തോക്കുമായിട്ട് റോക്കിന്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നു. ഇത്രയും വരെ ഇടിച്ചിടാങ്കിലേ ഈ വില്ലനൊന്നും റോക്കിന്റെ മുന്നിൽ ഒന്നുമല്ല. അതുകൊണ്ട് റോക്ക് തന്റെ കയ്യിലുള്ള ആ ഒരു സ്നൈപ്പർ വെച്ച് വില്ലന്റെ കയ്യിലെ തോക്ക് ഷൂട്ട് ചെയ്തങ്ങ് താഴെയിടും. ഇപ്പൊ റോക്കിനെ ഈ ഒരു രീതിയിൽ ഒരിക്കലും നമ്മുടെ വില്ലൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ വില്ലൻ പേടിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് അവനെതിരായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ ഹീറോയിന്റെ ആളുകളുണ്ടല്ലോ, അവരെല്ലാവരും അവനെ ചുറ്റി, അതേപോലെ തന്നെ ആ ഒരു നാട്ടിലുള്ള ജോലിക്കാര് എല്ലാവരും അവനെ ചുറ്റി നിൽക്കുമ്പോഴത്തേക്കും റോക്ക് ഇപ്പോഴും അവനൊരു അവസരം കൊടുക്കുന്നുണ്ട്. നിനക്ക് 2 അവസരം തരാം. ഓപ്ഷൻ എ, ഈ നാട് വിട്ട് ഇവിടെ ഒരു കുഴപ്പമുണ്ടാകാതെ ഇവിടെ നിന്ന് പോയിക്കോ, ഇല്ലാന്നുണ്ടെങ്കിൽ നിന്നെ ഞാനത് ചെയ്യിക്കുമെന്ന് പറയുമ്പോഴത്തേക്കും അവൻ പറയും എനിക്കെപ്പോഴും എന്റെ ഓപ്ഷനാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് പോവുകയല്ല. ആ നാട്ടുകാരുണ്ടല്ലോ അവരോടെല്ലാവരോടും സംസാരിക്കാണ്. ദേ നോക്ക്, ഞാൻ വന്നതിന് ശേഷമാണ് ഈ ഒരു നഗരം ഇത്രയും മാറിയത്, ഇതിനെല്ലാം കാരണം ഞാനാണ്. അങ്ങനെയുള്ള എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാതെ എനിക്കൊരു ശീല വെച്ച് നിങ്ങൾ എന്നെ ദൈവത്തെ പോലെ കാണണമെന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഇവരാരെങ്കിലും അത് കേൾക്കോ. എന്നിട്ട് അവൻ പെട്ടെന്ന് അവന്റെ കയ്യിലുള്ള തോക്കെടുക്കുന്നത് പെട്ടെന്ന് 2 പേര് അവന്റെ കാലിന്റെ ഇടയിലേക്ക് ഷൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഒരുപാട് രക്തവും പോകുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് വില്ലൻ പറയുന്നത് ഓക്കെ ശരി നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടന്ന് പോകുന്നതും രക്തം ഒരുപാട് പോയിട്ട് പെട്ടെന്ന് അവൻ താഴേക്ക് വന്ന് വീഴുന്നു. വില്ലൻ അവിടെ വെച്ച് മരിച്ചു. ഇപ്പൊ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മറിയാൻ അവിടേക്ക് വന്ന് റോക്കിനോട് നന്ദി പറയാണ്. നീ ഇത്രയും വലിയൊരു കാര്യമാണ് ചെയ്തതെന്ന് പറയുമ്പോൾ റോക്ക് പറയും അത് കുഴപ്പമില്ല, ഞാൻ ഒരാൾക്ക് വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായാലും നടത്താതെ ഞാൻ പോകത്തില്ല. ഇപ്പോൾ നീ പറഞ്ഞതുപോലെ ആ ഒരു ക്യാറ്റോ നിനക്കും ഈ ഒരു നഗരത്തിനും സ്വന്തമാണ്, അതുകൊണ്ട് അത് ഇവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ട്രാവിസിനടുത്തേക്ക് വന്നു. ഓക്കെ ട്രാവിസ്, നമുക്കെന്തായാലും നിന്റെ അച്ഛനടുത്തേക്ക് പോയാലോ, ഇനി നിന്റെ വിഷയത്തിലേക്ക് ഞാൻ ഒരിക്കലും വരത്തില്ല എന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ വിലങ്ങുവിട്ട് നമ്മുടെ ട്രാവിസിനെയും കൊണ്ട് റോക്ക് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ റോക്ക് ട്രാവിസിനെയും കൊണ്ട് തിരിച്ച് അവരുടെ നാട്ടിലേക്ക് വന്നിട്ട് ട്രാവിസിന്റെ അച്ഛന്റെ മുന്നിലേക്ക് ട്രാവിസിനെ കൊണ്ട് നിർത്തുന്നതും അവന്റെ അച്ഛൻ വാക്കർ എന്താ മോനെ ആവശ്യമില്ലാതെ ആളുകളുടെ അടുത്തേക്ക് ചെന്നിട്ട് എനിക്ക് പ്രശ്നം ഉണ്ടാക്കി വെക്കുന്നതെന്ന് പറഞ്ഞു ഒരു ഒറ്റയടി ട്രാവിസിനെ. എന്നിട്ട് നമ്മുടെ റോക്കിനടുത്തേക്ക് തിരിഞ്ഞിട്ട് ഓക്കെ, നീ പറഞ്ഞതുപോലെ നീ നിന്റെ ജോലി തീർത്തിട്ടുണ്ട്, നിനക്ക് ആവശ്യമായിട്ടുള്ള പണം ചെയ്താ പിന്നെ നിന്റെ റെസ്റ്റോറന്റ് നീ വെച്ച് നടത്തിക്കോന്ന് പറയുന്നതും നമ്മുടെ റോക്ക് അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ട്രാവിസിന്റെ കാര്യം ആലോചിക്കുന്നത്. ട്രാവിസിനോട് അവന്റെ അച്ഛൻ ഇത്രയും ദേഷ്യം ഉണ്ടെങ്കിൽ റോക്ക് പോയി കഴിഞ്ഞാൽ ട്രാവിസിന് എന്തെങ്കിലും ചെയ്താലോ. അതുകൊണ്ട് നമ്മുടെ റോക്ക് വീട്ടുന്ന് വാക്കറിന്റെ അടുത്തേക്ക് വന്നിട്ട് സാർ, എന്തായാലും ഞാൻ അത്രയും ദൂരം ആ ഒരു നഗരത്തിലേക്ക് പോയിട്ട് വന്നതല്ലേ, ദേ കാട്ടിൽ നിന്നും ഒരു നല്ല പഴം നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്, ഇതെന്റെ സന്തോഷമായിട്ടൊന്ന് കഴിച്ചെന്നും പറഞ്ഞ് നമ്മുടെ മറിയാന ഇവർക്ക് വെട്ടിക്കൊടുത്ത ആ ഒരു പഴം ഉണ്ടല്ലോ അതിപ്പോ കട്ട് ചെയ്ത് നമ്മുടെ വാക്കറിന് കൊടുക്കാണ്. അപ്പോൾ വാക്കർ അത് കഴിക്കുന്നതും എന്താണ് കുറച്ച് കഴിയുമ്പോൾ തന്നെ അവന്റെ ബോധം പോയിട്ട് അവൻ താഴെ വീഴാൻ പോകുന്നു. ഇവരെ രണ്ടുപേരുടെ മുഖം കണ്ടിട്ട് ഒരു വല്ലാത്ത അവസ്ഥയിൽ അവൻ ബോധമില്ലാതെ താഴെ വീഴുന്നതും നമ്മുടെ റോക്ക് ട്രാവിസിനെയും കൊണ്ട് വെളിയിലേക്ക് വരും. എന്നിട്ട് പറയും, ഇപ്പോൾ വെളിയിൽ വന്ന ട്രാവിസ് പറയുന്നുണ്ട് റോക്കിനോട് എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് വലിയ ആളാണെന്നൊന്ന് വിചാരിക്കേണ്ടെന്ന് പറയുമ്പോൾ റോക്ക് അയ്യേ ഇതെന്തൊരു പയ്യൻ, ഇവനെ വെറുതെ രക്ഷപ്പെടുത്തണ്ടായിരുന്നു, എടാ കൊച്ചു കറക്കാൻ നിന്നെ രക്ഷപ്പെടുത്തിയതും പോരാ, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ പോയി ജീവിക്കേ എന്നും പറഞ്ഞ് അവനെ ഒരു അടി അടിച്ച്
റോക്ക് അവിടെ നിന്ന് പോകുന്നതും ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.